മാസ്റ്റർ ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നു. ഫോർ രജിസ്ട്രേഷൻ ലോഗ് ഓൺ ടു emasteronline.com. ഹലോ, നമസ്കാരം ഫ്ലവേഴ്സ്. പുതിയ പാട്ടാ ട്യൂൺ ചെയ്തോണ്ടിരിക്കുക ആണല്ലേ? ഞാനും എന്റെ ആളും ആ 40 പേരും. ലിറിക്സ് നീ ഞാൻ ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കിയതാ. ഇതിന്റെ ആള് പുറത്തുനിന്ന് കാത്തപ്പുണ്ട്. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ സാധനം ഞാൻ കടം മേടിച്ചുകൊണ്ടെന്നാണ്, വെറുതെ വലിപ്പിക്കാതെ പെട്ടെന്ന് തിരിച്ചു കൊടുക്കാനുള്ളതെന്ന്. ഞാൻ പാട്ടുണ്ടാക്കിയിട്ടില്ല. പാട്ടുണ്ടാക്കലെന്ന് പറ്റില്ല, ഞാൻ അവനെ തിരിച്ചു കൊടുക്കണം. ഞാൻ ചെക്കനെ പിടിക്കണം, അവൻ എന്റെ കൊങ്ങയ്ക്ക് പിടിച്ചോണ്ടിരിക്കുന്നു പുറത്ത്. അല്ല പിന്നെ അനുരാഗേ മോനെ കയറി പോരാടാ, അതേ നിന്റെ ഗിറ്റാർ കൂടി ഉണ്ട്. ഇത് ഇവന്റെതാ. അല്ലെ, ഞാനേ ഒരു പാട്ട് ട്യൂൺ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ട്യൂൺ ചെയ്ത് വന്നപ്പോ പൂമരത്തിലെ പാട്ടായി പോയി. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓരോ പാട്ടിലേക്ക് മാറിപ്പോകുന്നു, അതാണ്. എവിടെയാന്ന് അതിന്റെ കൺഫ്യൂഷൻ അറിയില്ല. ഏതായാലും കഴിഞ്ഞ് നിങ്ങളെ കയ്യിൽ തന്നെ വെക്കാം. അപ്പൊ ചന്തു മുതലാളി, ഇതാണ് അനുരാഗ്. അനുരാഗ് നല്ലൊരു ഗായകനാണ്, അതുപോലെ ഗിറ്റാറിസ്റ്റ് ആണ്. അതിലെല്ലാം ഉപരി മലയാള സിനിമയില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു പല ടീമിന്റെ കൂടെ കുഞ്ഞു മ്യൂസിക് ഡയറക്ടറാണ്. അതാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മ്യൂസിക് ഡയറക്ടറാണ്. എവിടെ സ്ഥലം? ഞാനിവിടെ എറണാകുളത്ത് വൈപ്പിൻ. അനുരാഗ് സിനിമയിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, മ്യൂസിക് ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ടില്. ഒരു കുഞ്ഞു ഏതാണ്? ഞാൻ ഹോമില് വായിച്ചായിരുന്നു. ഹോമില് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ഗിറ്റാർ? അത് ശരി. വേറെ ഏതൊക്കെ വർക്കുകളാ? പിന്നെ ബിജിപാൽ സാറിന് വേണ്ടി കുറച്ച് ട്രാക്കുകൾക്ക് വായിച്ചിട്ടുണ്ട്. പിന്നെ സാർ ഇടയ്ക്ക് സ്കോറിൽ വായിപ്പിക്കാറുണ്ട്. എന്തായാലും ഹോം എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടു, അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അത് പിന്നെ സിനിമയുടെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് രാഹുൽ സുബ്രഹ്മണ്യനാണ് മ്യൂസിക് ഡയറക്ടർ. അതിന്റെ BGM അങ്ങനെ രാഹുൽ ചേട്ടൻ തന്നെയാണ്. ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ അല്ലേ, പ്രോഗ്രാമിംഗ് ആയിട്ട്. ഞാൻ ഗിറ്റാറിസ്റ്റ് ആയിട്ട് അങ്ങനെ വന്നു. എന്തായാലും അനുരാഗ് ഇവിടം വരെ വന്നതല്ലേ, നമ്മുടെ TV ഇങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു പ്രോഗ്രാം പോയി. അതെ, ബുദ്ധിപരമായിട്ട് കേൾക്കാനായിട്ട് ഒരു കൊതിയുണ്ട്. പിന്നെ നമുക്ക് ചുളിവിൽ കുറച്ച് പാട്ടുകാരെ കിട്ടുമെന്ന് പറയുന്നത് സാധന കാര്യമല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അനുരാഗ് നമുക്ക് വേണ്ടി ഏറ്റവും ആദ്യം എന്ത് പെർഫോമൻസ്? ഗിറ്റാർ ഞാനൊരു പാട്ട് പാടാം. അടിപൊളി, സൂപ്പർ. അപ്പോൾ അനുരാഗ് നല്ലൊരു ഗിറ്റാറിസ്റ്റ് മാത്രമല്ല, നല്ലൊരു ഗായകൻ കൂടിയാണ്. അനുരാഗിന്റെ ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് പെട്ടെന്നാണ് പോകാം. അതെ. പാലേറും നാടായ പാലരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, പാലേറി മാണിക്കും പെണ്ണൊരുത്തി പാതിര നീന്തി കടന്ന പാട്ട്. അവളച്ചേരേലെ മീനിൻ്റൊപ്പം നീന്തി തുടിച്ചു വളർന്ന പെണ്ണ്, കല്ലൂരെ കാട്ടിലെ മാനിൻ്റൊപ്പം തുള്ളി കളിച്ചു വളർന്ന പെണ്ണ്, കുഞ്ഞോറക്കുന്നിന്നടിവാരത്തിൽ തുമ്പപ്പൂച്ചിരിയും നുണക്കുഴിയും ആകാശചന്ദ്രന്റെ വീട്ടിൽ നിന്ന് സമ്മാനം കിട്ടിയ കണ്ണും മൂക്കും കവടി മണി പോലെ ബുക്കിൽ കൂടി പൂവിരിയും പോലെ ചുണ്ടും പല്ലും. മാഞ്ചൂട്ടിൽ മകരത്തെ കാറ്റുപോലെ ഇലനുള്ളി പൂനുള്ളി നടന്ന പെണ്ണ്, ആ പെണ്ണിൻ പാട്ടിൽ തളിർക്കും നെല്ലിൽ ഓടി പോലുള്ള കതിരുവിളഞ്ഞു, പാലിരി മാണിക്ക
പാലേരി മാണിക്യത്തിലെ മനോഹരമായ ഒരു ഗാനം, അടിപൊളി. എന്തായാലും അനുരാഗിന്റെ ഗിറ്റാർ ഇവിടെ എത്തിയത് നന്നായി, അതുകൊണ്ട് അനുരാഗിനെ നമുക്ക് കിട്ടി. അതെ, നല്ല സോങ്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഏതാണ്? ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സേക്രഡ് ഹാർട്സ് തേവരയില്. ആണല്ലേ? തേവര. ഓക്കെ. തേവരയിൽ ആക്ച്വലി ഇങ്ങനെ റോക്ക് ബാൻഡ്സും ഗ്രൂപ്പ്സ് ഒക്കെ ഒരുപാടുള്ള ഒരു അത്തരം കാര്യങ്ങൾ ഒരുപാടുള്ള ഒരു കോളേജ് അല്ലേ? പണ്ടേ തുടങ്ങി അല്ലേ? അനുരാഗിന്റെ ശരിക്കും പറഞ്ഞ കോളേജിൽ താരാണോ? അല്ലേ? കൊറോണ ബാച്ച് അല്ലേ? അങ്ങനെ അതിൽ പെട്ടുപോയി സങ്കടം ഉണ്ടല്ലേ ചെറുതായിട്ട്. കൊറോണ ഇല്ലായിരുന്നെങ്കിൽ ഒരു റോക്ക് സ്റ്റാർ ആണ് ഇപ്പൊ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. കുഴപ്പമില്ല, അത് മാറും. സ്റ്റേജുകൾ ഇനിയും വരും. അതെ, അപ്പോഴത്തേക്ക് നമുക്ക് അല്ലെ മിനിക്ക് എടുത്ത് ഉഷാറായിട്ട് വേണം വരാനായിട്ട്. അതെ. അനുരാഗ് ചെറുപ്പത്തിൽ മുതലേ പാട്ടും അഭ്യാസവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഏതോ ചൈൽഡ് വോയിസ് എന്നുള്ള രീതിയിൽ ഏതോ സിനിമയിൽ പാടിയിട്ടുണ്ടല്ലേ? മേരിക്കുണ്ടൊരു കുഞ്ഞാടിലെ ടൈറ്റിൽ സോങ് പാടിയിരുന്നു. മേരിക്കുണ്ടൊരു കുഞ്ഞാടിലെ ടൈറ്റിൽ സോങ് ഉള്ള കുട്ടികളുടെ ഗ്രൂപ്പിൽ അതൊരു ഡ്യുവറ്റ് ആണ് ആക്ച്വലി. അപ്പൊ മെയിൽ വോയിസ് അടിപൊളി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ രണ്ടുപേരും വെറുതെ ഒന്ന് കേൾക്കാം. അതെ, ഒന്ന് കേൾക്കാം. അതെ, ഈ പാട്ട് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പാടുന്നത്. അതെ, ശബ്ദമൊക്കെ മാറി, പയ്യൻ വളർന്നു വലുതായി, ഗംഭീരത്തിന്റെ അല്ലേ? അത് ബേണി ഇഗ്നീഷ്യസ് ആണ് ഇതിന്റെ മ്യൂസിക്. അത് എഴുതിയത് അനിൽ പനച്ചൂരാനാണ്. അപ്പൊ 4 വരെ എന്റെ ചങ്ങാതിക്കുയിലേ ചിരിമണിക്കുയിലേ തളിരുള്ള മാഞ്ചില്ല വിളിക്കണ വരുന്നു തണുവുള്ള തെന്നൽ മഴയ്ക്കൊപ്പം വരണ ഓടൻകൊല്ലിപ്പരുന്ത് ഒളിച്ചൊപ്പം വരണ ഇലക്കുടയെടുത്തോ മലർക്കുടയെടുത്തോ അരിമുല്ലപ്പടർപ്പുകളെ ചങ്ങാതിക്കുയിലേ ചിരിമണിക്കുയിലേ തളിരുള്ള മാഞ്ചില്ല വിളിക്കണ വരുന്നു. ആക്ച്വലി ചങ്ങാതിക്കുയിലിന്റെ കവർ സോങ് വെർഷൻ. അതെ, അടിപൊളിയായിട്ടുണ്ട്. അല്ല, ഇതൊക്കെ ഇതാണല്ലോ അല്ലെ, കവർ സോങ് ആണല്ലോ കൂടുതലായിട്ട് പോയിക്കൊണ്ട്. അനുരാഗ് ചെയ്യുന്നുണ്ട്. ഞാൻ കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു 60 സെക്കൻഡ് റീല് അല്ലെങ്കിൽ 1 മിനിറ്റ് പോസ്റ്റ് ഒക്കെ ആയിട്ട് ഞാൻ എന്റേതായ രീതിയിൽ ആ പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്നു. ഒട്ടുമിക്ക ആളുകളും അത് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ ചിലത് വളരെ നന്നാവാറുണ്ട്, ചിലത് എന്നാലും അനുരാഗിന്റെ ഈ ചങ്ങാതിക്കുയിൽ വെർഷൻ ഫസ്റ്റ് ടൈം ആയിരിക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒന്നാമത് അനുരാഗ് തന്നെയാണ് അത് പാടിയിരിക്കുന്നത്. അതിന്റെ ഒരു പുതിയ വെർഷൻ ഭയങ്കര രസമായി. എന്തായാലും ഈ പറഞ്ഞ കൊറോണയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കുന്നു, ആ തേവര സേക്രഡ് ഹാർട്ട് കോളേജൊക്കെ എനിക്ക് അറിയാം. അവിടെ ഈ മുടിയും ഈ രൂപവും ഈ ഗിറ്റാറൊക്കെ വെച്ചാൽ അഭിമാന താരായിരിക്കും. എന്റെ മുത്ത അന്ന പെമ്പിള്ളേര് പൊതിഞ്ഞേനെ അല്ലേ? ആ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് അത് അവിടെ നിന്നോട്ടെ, പിന്നെ സംസാരിക്കാതെ ഒരുപാട് ടോപ്പിക് അല്ല, കുറെ കഥ പറയാനുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതെ, അനുരാഗ് എന്തായാലും ഇന്ന് വന്ന് പെട്ട പോലെയാണ്. അടുത്ത പാട്ടിലേക്ക് പോവാം. പ്രേമോദാരനായി അണയൂ നാഥ പ്രേമോദാരനായി അണയൂ നാഥ പനിനിലവലയിലൊഴുകുമീ അനഘരാസരാത്രി ലയപൂർണമായി താ പ്രേമോദാരനായി അണയൂ നാഥ ഹംസദൂതിലുണരും നളഹൃദയ താളമോടെ ദമയന്തിയാടുമാലോല നടന വേഗങ്ങൾ തൂവുമഴകിൽ ഹംസദൂതിലുണരും നളഹൃദയ താളമോടെ ദമയന്തിയാടുമാലോല
നടയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ. പ്രേമോദാരനായി അണയൂ നാഥ. ദേവലോകമുണരും നീരാഗമാകുമെങ്കിൽ കാളിന്തി പോലുമാലീലരാഗമോലുന്ന ചേലിലൊഴുകും. ദേവലോകമുണരും നീരാഗമാകുമെങ്കിൽ കാളിന്തി പോലുമാലീലരാഗമോലുന്ന ചേലിലൊഴുകും. ഗോപവൃന്ദങ്ങൾ നടനമാടും ഈ ശ്യാമതീരങ്ങളിൽ വർണ്ണമേഘങ്ങൾ പീലി നീർത്തും ഈ സ്നേഹപാടങ്ങളിൽ. പ്രേമോദാരനായി അണയൂ നാഥ. പനി നിലവലയിലൊഴുകുമീ അനഘരാസരാത്രി ലയപൂർണമായിതാ. പ്രേമോദാരനായി അണയൂ നാഥ. അയ്യോ സൂപ്പർ സൂപ്പർ. ശരിക്കും പറഞ്ഞാല് ഈ ചില സദസ്സിൽ ഇങ്ങനെ കേൾക്കാനാണ് ഇഷ്ടം. അതെ. വളരെ അല്ലെ സൈലന്റ് ആയിട്ട് നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ടാവും. നമുക്ക് അങ്ങനെ ചിന്തിച്ച് അങ്ങനെ പോവാം. ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആസ്വദിച്ചു പോകുന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഈ ഗാനമേള വലിയ വലിയ ബഹളം കേട്ടിട്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു വേറെ ഫീലാണ്. സംഗീത സദസ് എന്നൊക്കെ പറഞ്ഞ പോലെ. അടിപൊളി, സൂപ്പർ. ഇവനെ ഇടക്കിടക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ശരിക്കും അനുരാഗിന് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇപ്പൊ അനുരാഗിന്റെ ഒരു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ കുറച്ചൊരു മ്യൂസിക് ഡയറക്ഷനിലേക്ക് ആണെന്ന് തോന്നുന്നു അല്ലെ പ്ലാൻ? മ്യൂസിക് ഡയറക്ഷൻ താല്പര്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു യാത്രയിലാണ്. അതുകൊണ്ടാണോ ഇങ്ങനെ സിനിമ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്? അതെ, അത് ശരിക്കും പഠിക്കാൻ ഭയങ്കര ഒരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അത് ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവര് പറഞ്ഞിരുന്ന കാര്യങ്ങളും അവരുടെ അപ്രോച്ച് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് പഠിക്കാൻ. ഈ ലൈവ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്റ്റേജ് ഷോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ബാൻഡ് ഉണ്ടായിരുന്നു പണ്ട്. അത് ടീം താൾ. ഞാൻ ആദ്യം പാടി മേരിക്കും ട്രൂഞ്ഞാട്ടിലെ പാട്ട് മ്യൂസിക് ചെയ്ത് ബേണി ഇഗ്നീഷ്യസിലെ ബേണി അങ്കിളായിരുന്നു എൻ്റെ ഞങ്ങളുടെ മെയിൻ മെന്റർ. അപ്പോൾ ആ ബാൻഡ് കുറച്ചധികം പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ടീം താൾ. അതെന്താ വെച്ചാൽ ടീനേജ് ഉള്ള ആൾക്കാരായിരുന്നു. അതിലെല്ലാവരും ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ചു. പിന്നെ അല്ലാണ്ട് ചെറിയ ചെറിയ ഇൻഡിപെൻഡന്റ് പരിപാടികളും ഉണ്ട്. എത്ര മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തു? അങ്ങനെ ഒരു എണ്ണം ഞാൻ നോക്കി വെച്ചിട്ടില്ല. അതെ, എണ്ണം ഞാൻ നോക്കാറില്ല. ഒരുപാടുണ്ട് നമുക്കല്ലേ. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഒന്നിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റട്ടെ, വർക്ക് ചെയ്യാൻ പറ്റട്ടെ തന്നെ അല്ലേ? അങ്ങനെ ആശംസിക്കാൻ പറ്റും. എന്തായാലും ഞങ്ങൾ വേറൊരു എണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ 2 പാട്ട് പാടി, 2 അമേരിക്കൻ കുഞ്ഞാടും കൂടി ചേർത്ത് 3. നാലാമത്തെ പോരട്ടെ പോരട്ടെ. कभी कभी अददी जिंदगी में यूं ही कोई अपना लगता है. कभी कभी अददी वो भी चढ़ जाए तो एक सपना लगता है. ऐसे में कोई कैसे अपने आंसुओं को बहने से रोके, और कैसे कोई सोचे थे everything's gonna be okay. कभी कभी तो लगे जिंदगी में रही न खुशी और न मजा. कभी कभी तो लगे हर दिन मुश्किल और हर पल एक सजा. ऐसे में कोई कैसे मुस्कुराए, कैसे हंस दे खुश होके, और कैसे कोई सोच ले everything's gonna be okay.
सोच जरा जाने जा तुझको हमें कितना चाहते हैं, रोते हैं हम भी अगर तेरे आंखों में आंसू आते हैं। गाना तो आता नहीं है मगर फिर भी हम गाते हैं। अदिति मान कभी कभी सारे जहां में अंधेरा होता है, लेकिन रात की बाद ही तो सवेरा होता है। कभी कभी अदिति जिंदगी में यूं ही कोई अपना लगता है, कभी कभी अदिति वो बिछड़ जाए तो एक सपना लगता है। अदिति हंसते 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 तू जरा, नहीं तो बस थोड़ा 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 मुस्कुरा। तू खुश है तो लगे कि जहां में चाहिए है खुशी, सूरज निकले बादलों से और बातें जिंदगी। सुन तो जरा मदहोश हवा तुझसे कहने लगी कि अदिति वो जो बिछड़ते हैं एक न एक दिन फिर मिल जाते हैं, कि अदिति जाने तू या जाने ना फूल फिर खिल जाते हैं। कभी कभी अदिति जिंदगी में यूं ही कोई अपना लगता है, कभी कभी अदिति वो बिछड़ जाए तो एक सपना लगता है। ऐसे में कोई कैसे अपने आंसुओं को बहने से रोके, और कैसे कोई सोचे थे everything's gonna be okay. പൊളി പൊളി പൊളി. ഹിന്ദി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല, ആള് കൊടുംഭീകരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആളിങ്ങനെ ഇരിക്കണമെന്നുള്ളൂ. ഇവര് നേരത്തെ പറഞ്ഞ ബാൻഡ് ബേണി സാറിന്റെ കീഴിലുള്ള ബാൻഡ് അല്ലേ, എന്തായിരുന്നു പേര്? തീൻതാളിന്റെ സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 6 കൊല്ലമെങ്കിലും ഉണ്ടാവില്ല ആള് ഒരു പാട്ട് പാടിയിട്ടത് ഭയങ്കര വൈറലായിരുന്നു. പറയാൻ മറന്ന പാടിയിട്ട് ഭയങ്കര വൈറലായിരുന്നു. അത് ജനറൽ ഹോസ്പിറ്റലിൽ നടന്നൊരു പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നത് വൈറലാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഓർക്കസ്ട്ര ആണല്ലോ, എല്ലാവരും അന്ന് കുട്ടികളാണ്. അപ്പൊ അതിന്റെ ഒരു കൗതുകവും പിന്നെ അതിന്റെ പേർപ്പസ് നല്ലതായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അതൊന്ന് പരീക്ഷിക്കണമല്ലോ, ഒരു 4 വരി. പറയാൻ മറന്ന പരിഭവങ്ങൾ, പറയാൻ മറന്ന പരിഭവങ്ങൾ, വിരഹാർദ്രമാം മിഴികളോർക്കെ സ്മരണകൾ തിരയായി പടരും ജലധിയായി, സ്മരണകൾ തിരയായി പടരും ജലധിയായി, പൊഴിയും നിലാവു പോൽ വിവശനായി. പറയാൻ മറന്ന പരിഭവങ്ങൾ, വിരഹാർദ്രമാം മിഴികളോർക്കെ. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷം അനുരാഗ്. എന്തായാലും ഒരു ഗിറ്റാറിന്റെ പേരിലേക്കായാലും അനുരാഗ് ഇവിടെ വന്നു, ഇത്രയും പാട്ടൊക്കെ പാടി തന്നു. അനുരാഗ് ഇനി അങ്ങോട്ട് ഒരുപാട് യാത്ര ചെയ്യാനുള്ള ആളാണ്. ധൃതി എന്തെങ്കിലും ഉണ്ടോ? ചെറിയ ധൃതി ഉണ്ടല്ലേ, അപ്പൊ പോണല്ലേ? ഓക്കെ. എന്തായാലും ചന്തുമോന്റെ ഫാമിലി വന്നിട്ട് ഒരുപാട് ചന്തുമോന്റെ ഫാമിലി ഉണ്ട്. ചന്തുമോന്റെ പാട്ട് പറഞ്ഞേ, ചന്തുവിന്റെ പാട്ടും കേൾക്കണോ? നീ അത് കേൾക്കണോ? ഒരു വാക്ക് പറയണ്ടേ? അന്ന മൈക്കെടുത്ത് ഒന്നാ പിടിച്ചോ. അല്ല, ഞാനിവിടെ വരുന്ന എല്ലാവർക്കും എന്റെ പാട്ട് കേൾപ്പിച്ചു കൊടുത്ത് വിടാറുള്ളൂ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അടിച്ചോ, ഞാൻ പാടിക്കോളാം. ഓക്കെ, റെഡിയല്ലേ? എന്നാ പിന്നെ അനുരാഗ് വന്നതിന്റെ സന്തോഷത്തിൽ നമ്മുടെ ചന്തുമോൻ ഒരു പാട്ട് പാടുകയാണ്. ആ പാട്ടിന്റെ ആഘോഷത്തോടുകൂടി നമ്മൾ ഇന്ന് തൽക്കാലം ഇവിടെ ടാറ്റ പറയും അല്ലേ, നമ്മുടെ ഈ ഒരു സെക്ഷൻ. ഇതുപോലെ ആർക്കെങ്കിലും നമ്മളിലേക്ക് വരണം, ഈ വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. റെഡി അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ആക്ഷൻ. പാടിക്കോ. അപ്പോ പിടിച്ചോ. महफिल में तेरी हम ना रहे जो, कम तो नहीं है, गम तो नहीं है, किससे हमारी नजदीकियों को गम तो नहीं है,
गम तो नहीं है इतनी दवा सुबहों को मेरी तेरी आंगन में बैठे मेरे शाम किया चन्ना मेरे या चन्ना मेरे या चन्ना मेरे या बेलिया ओ पिया चन्ना मेरे या चन्ना मेरे या चन्ना मेरे या बेलिया ओ पिया पिया अच्छा चलता हूँ दुआओं में याद रखना मेरे जिक्र का सुबह पे स्वाद रखना അപ്പോ അച്ഛാ ചൽത്താവും അതെ, യാദ് രഖ്ന. ദുവാവോമൻ ഞങ്ങളെയും യാദരക്കന. Okay. എന്തായാലും അനുരാഗിന് ഓൾ ദ വെരി ബെസ്റ്റ്. എനിക്കറിയാം അനുരാഗ് സ്വന്തമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതുമായിട്ട് നമുക്ക് ഇതുപോലെ ഇവിടെ ഇരിക്കാൻ പറ്റട്ടെ. തീർച്ചയായും. ഇനി അതിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അതെ, ഇനി അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒരുപാട് സിനിമകളൊക്കെ കിട്ടട്ടെ. അതെ അല്ല, ഒരുപാട് പാട്ടുകൾ പാടാനും അല്ലെങ്കിൽ സിനിമയിലായാലും ശരി എവിടെയായാലും. ഓക്കെ, ഓൾ ദ വെരി ഓൾ ദി ബെസ്റ്റ്. അല്ല പൊന്നു, എന്നോട് ഇത്തിരി ഈ ചുരിദാർ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞേ. നീരേന്റെ ഈ കേബിൾ വിഷൻ നമ്മുടെയും കൂടെ അല്ലേ? അതെ, അതിനിപ്പോ എന്താ സംശയം? അവരെപ്പോഴും ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യത്തില്ലേ? ആ, അതുണ്ട്. നമ്മൾ ഇതുവരെ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ? അതില്ല, അവര് നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന നമ്മളെ. മീഡിയാന്റെ വിഷമിക്കണ്ട, ഒരു വഴിയുണ്ട്. എന്തു വഴി? ഞാൻ എന്റെ മാമനെ വിളിച്ചു വെച്ചിട്ടുണ്ട്. ഏത് മാമൻ? എവിടുത്തെ മാമൻ? ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. യൂട്യൂബിൽ കണ്ടപ്പോ തന്നെ ഞാൻ നമ്പറൊക്കെ തപ്പിയെടുത്തങ്ങ് വിളിച്ചു. നല്ല മിമിക്രിക്കാരനാ. അതെ, നമ്മുടെ കയ്യിൽ ഒതുങ്ങുമോ? പിന്നെ ഒതുങ്ങത്തില്ലേ? ഓ, അല്ല മോളെ, ഇത് ഈ ചന്തുമോനും ഇന്ദുമോളും കാനും അറിഞ്ഞാലോ? മീഡിയന്റെ എന്നെ കൂടി ടെൻഷൻ ആക്കാതെ. അവരൊന്നും അറിയത്തില്ല. മാമ വരുന്നു, ഇന്റർവ്യൂ എടുക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഈ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ അതിന് ലൈറ്റും ക്യാമറയും ഒക്കെ വേണ്ടേ? ആന നേരത്തെ അനന്തപുരത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, അത് ശരി. ആ, വന്നാ വന്നേ. ഓ, ഹായ് ഹായ്. പൊന്നു അല്ലേ? അതെ, ഞാൻ എന്നെ തന്നെയാണ്. മനസ്സിലായോ? മനസ്സിലായല്ലോ. ഞാൻ സുനില്. ഞാൻ പറഞ്ഞ മാമ. ഞാനത്താ വൈകിയോ? ഇല്ല ഇല്ല ഇല്ല, ഇല്ല, പക്ക വാ. വാ അകത്തിരിക്ക. വാ ഇരിക്ക. ഞാൻ ഇവിടെ ഇരുന്നോളാം. ചേട്ടാ സ്ഥലം എവിടാ? എന്റെ സ്ഥലം അഞ്ചൽ എന്ന് പറയും. മോള് കേട്ടിട്ടോന്നും അറിയത്തില്ല. മോള് കേരളത്തിൽ ഏതൊക്കെ സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ട്? ഞാൻ കുറെ സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊന്നും എനിക്ക് വീടില്ല. എന്റെ വീട് അഞ്ചലാണ്. ഏത് ഡിസ്ട്രിക്റ്റ്? കൊല്ലം. കൊല്ലം. ചേട്ടാ ആരൊക്കെ ചെയ്യും മിമിക്രി? സ്റ്റാറ്റ്സുകളെയാണ് കൂടുതൽ നോക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ അവതാരകനായ നമ്മുടെ രമേഷ് പിഷാരടി ചേട്ടന്റെ ശബ്ദം നമുക്ക് വേണ്ടെന്ന് പറയാം. എന്നാൽ ഓക്കെ, 24 മണിക്കൂറും ടി വിയിൽ ഈ കോമഡി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ആൾക്കാരെല്ലാം കൂടെ ടി വിയുടെ മുന്നിൽ ചടഞ്ഞുകൂടി കുത്തിയിരിക്കുകയാണ്. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, കോമഡി കണ്ടാൽ മതിയെന്നുള്ള വിചാരമാണ് പലർക്കും. ഓണത്തിനിപ്പം കള്ളൂടിയന്മാർ മാത്രമല്ല, തിരുവാതിര കളി കളിക്കുന്ന പെണ്ണുങ്ങളും കേരളത്തിലുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഓണം. വരട്ടെ, നന്ദി, നമസ്കാരം. സൂപ്പർ ആയിട്ടുണ്ട്. ചേട്ടാ മോഹൻലാലിനെ ചെയ്യോ? മോഹൻലാലിന്റെ ഈ ചരിഞ്ഞുള്ള ആക്ഷനൊക്കെ കാണിക്കൂ, ശബ്ദം വരത്തില്ല. മോഹൻലാലിന്റെ ആക്ഷനിൽ നിന്ന് മാമ്പുക്കോയൊക്കെ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട്. അതിന് ഓഡിയൻസ് എന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതല്ലേ എടുത്തിട്ട് പ്രതികരിക്കായിരുന്നോ? അല്ല, പ്രതികരണം എന്ന് പറഞ്ഞാൽ പല രീതിയിലല്ലേ. ചിലര് കൊള്ളാന്ന് പറയും, ചിലര് കൊള്ളത്തില്ലെന്ന് പറയും. ബഹുജനം ബഹുവിധമെന്നല്ലേ. ഞാൻ ഇനി അടുത്തായി ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിത്യഹരിത വസന്തമായ നസീർ സാറിന്റെ ശബ്ദമാണ്. എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ചിറയൻ കീഴ് നിവാസികളെ, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ചിറയൻ കീഴിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിലും എല്ലാം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ ശായാനം എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എന്നെന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു വലിയ സംഭവമായിരിക്കട്ടെ. ശരിക്കും സൂപ്പർ ആയിരുന്നു. അങ്ങനെ തന്നെ അതുപോലെ തന്നെ ആ കാലത്തിൽപ്പെട്ട വേറെ നടനെ ഞാൻ ചെയ്യും. ഈ കുങ്കുമപ്പൂ സീരിയൽ എന്നൊക്കെ പറയുന്ന അതുപോലെ തന്നെ പഴയകാല സിനിമയിലെ വില്ലൻ GK പിള്ള സാറ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, GK പിള്ള സാറിനെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ GK പിള്ള സാറിന്റെ ശബ്ദമാണ് അനുകരിക്കുന്നത്. അത്യുമുറ്റത്തെപ്പെട്ടിന്റെ അഹങ്കാര ഭാഷ എനിക്ക് മനസ്സിലാവും. ശാലിനി എന്ന് പറയുന്ന പെൺകുട്ടി എന്ന് തെറ്റാണ് നിന്നോട് ചെയ്തത്. നിന്നെ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ തള്ളിപ്പറഞ്ഞവളല്ലേ നീ? നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? അവതാരകരായ ആ ചേട്ടനും ചേച്ചിയും കടന്നു വരട്ടെ. അവരെന്താണ് ഇത്ര താമസിക്കുന്നത്? ഓയിൽ സാരി ഉടുത്ത കോട്ടൺ ചേച്ചി, സോറി, കോട്ടൺ സാരി ഉടുത്ത ഓയിൽ ചേച്ചി തെറ്റിപ്പോകുന്നല്ലോ. കമാൺ. എന്തത്
പെട്ടെന്ന് GK പിള്ള സാറൊക്കെ ഞങ്ങൾ വിളിക്കുന്നു. അത് ഞാൻ അദ്ദേഹത്തിന്റെ സൗണ്ട് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തതാണ്. അത് ശരി. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. നമ്മള് പല നടന്മാരെയും മലയാള സിനിമയിലെ പല മരിച്ചുപോയ നടന്മാരെ ഉൾപ്പെടെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവരുടെ ശബ്ദം കണ്ടനാളത്തിലൂടെ കേൾപ്പിച്ച് പ്രേക്ഷകരെ കേൾപ്പിക്കുകയും ചെയ്യുന്ന മിമിക്രി താരങ്ങളാണ്. അതാണ് ഒരു കൈഡി കൊടുക്കാം. അതിനു മുമ്പ് ഒരു സംശയമൊന്നും, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താണ് ഇവിടെ പരിപാടി? എന്താ ആരോട് വെച്ചിട്ട് ഇവിടെ കയറി ആങ്കറിങ് ചെയ്യുന്നേ? നിങ്ങൾ വൈകിയത് കാരണമാണ് ഞങ്ങൾ കയറിയിരുന്നത്. അത് ശരി, ഒന്ന് ചായ കുടിക്കാന്ന് വെച്ചാൽ. അത് ശരി, ഇവരെ നമുക്ക് ചായ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പ്ലാങ്ങിന് ഇത്രത്തോടെ കണ്ടിട്ടുണ്ടല്ലോ. ഞാനിവിടെ ഒക്കെ തന്നെ ഉള്ളതാ. അത് ഇവിടെ തന്നെ വെച്ച് കണ്ടത്. എനിക്ക് മെമ്മറി പവർ ഇത്തിരി കൂടുതലാണ്. അത് ശരി. ഇത് നമ്മുടെ സുനിൽ അഞ്ചൽ ചേട്ടൻ നേരത്തെ അറിയാമോ? നേരത്തെ അറിയണോ? നേരത്തെ അറിയണോ? കൊടുവട്ടൂർ ഷാപ്പിന്റെ മുന്നിൽ വെച്ച്. എന്നെയോ? അത് ഞാൻ മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ വെച്ച്. മുന്നിൽ വെച്ച് ആ ഷാപ്പിന് മുന്നിൽ പറഞ്ഞാൽ പെട്ടെന്ന് അത്ര ഇതായിപ്പോ മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ വെച്ചാണ് നമ്മൾ കണ്ടുപിടി. എനിക്കറിയാം പുള്ളി, എനിക്കറിയാം. അപ്പൊ നമ്മൾ വരണതിന് മുമ്പ് ഏതൊക്കെ പരിപാടികളാണ് ചെയ്തത്? ഞാൻ 3 സ്റ്റാറിനെ ചെയ്തു. ഇനിയുണ്ട്. അപ്പൊ കുഴപ്പമില്ല. പോയ സ്റ്റാറുകളൊക്കെ ആ വഴി പൊക്കോട്ടെ. ഇനി പുതിയ ആൾക്കാർ വരട്ടെ. അതാണ് മണിയമ്പിള രാജേട്ടന്റെ ഒരു ലൈവ് ശബ്ദമുണ്ട്. മണിയമ്പിള രാജേട്ടൻ സാധാരണ റിയലായിട്ട് സംസാരിക്കുന്ന ഒരു ശബ്ദം. അത് പൊളിക്കും. ഒരിക്കലും മദ്രാസിൽ കാര്യം നിസാരം എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിനിൽ കയറി. അപ്പം ഞാനും മേനോനും ഉണ്ട്, ബാലേന്ദ്ര മേനോനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തമാശകളൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങളിങ്ങനെ വരികയാണ്. അങ്ങനെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മേനോ ഒരു പെട്ടി എടുത്തുകൊണ്ടങ്ങ് പോയി. അല്പം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ മേനോ എൻ്റെ പെട്ടി കൊണ്ടാണ് പോയിരിക്കുന്നത്. മേനോൻ്റെ പെട്ടി ഭദ്രമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കറിയാം അങ്ങനെയൊക്കെയുള്ള കുറേ ഒരുപാട് തമാശകളൊക്കെ ഉണ്ട്. മണിമല ചേട്ടാ, ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ലാലേട്ടന് ഏറ്റവും ആദ്യം നാടകത്തിൽ അഭിനയിപ്പിച്ചു മേക്കപ്പ് ഇട്ട് കൊടുത്തതും ചേട്ടനാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ലാലേട്ടന് ഞാൻ മേക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ബാക്കി ബാലൻസ് വന്ന മേക്കപ്പ് എവിടെ തേക്കണമെന്ന് അറിയാൻ വേണ്ടി വന്നപ്പോൾ ലാലേട്ടൻ ഇട്ട് കൊടുക്കും. അത് ബാലൻസ് ആയിട്ട് വന്നൊരു മേക്കപ്പാണ്. ബാലൻസ് ആയിട്ട് വന്ന മേക്കപ്പ് പിന്നെ ഇന്ത്യൻ സിനിമയിലെ ഒരു വലിയ മേക്കപ്പായി മാറി. ഇതിൽ ഞാൻ അഭിമാനിക്കും. വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗണേഷ് കുമാറാണ്. ഇവരെല്ലാം ഞാൻ നേരിട്ട് കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? അടിപൊളി. പല ഫംഗ്ഷനിൽ അവർ എന്നെ കാണാൻ വന്നതല്ല, എവരുള്ള ഫംഗ്ഷനിൽ തിരക്കി പിടിച്ച് ചെല്ലുകയാണ് ഒന്ന് കാണാൻ വേണ്ടി. അവരുടെ മുമ്പിൽ ഈ മിമിക്രി അവതരിപ്പിച്ചിട്ടുണ്ടോ? ഗണേഷ് കുമാർ ചേട്ടന് മുന്നിൽ ഒരു പ്രാവശ്യം സൗണ്ട് പറയാനുള്ള ഭാഗ്യമുണ്ടായി. കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഗണേഷ് കുമാർ ചേട്ടൻ ശരി. അച്ചയോ, കർത്താവിന്റെ ക്രൂസ് മരണോ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. ആദ്യം ഒറ്റി കൊടുക്കൽ, പിന്നെ കാണിച്ചു കൊടുക്കൽ, പിന്നെ ഏൽപ്പിച്ചു കൊടുക്കൽ. സേട്ടു നാളെ ബോംബെ നിന്നെത്തും. അതിനു മുമ്പ് മേനോനെ നമ്മൾ കൊല്ലും. ജോലിക്കിടെ പറ്റിപ്പോയ അറിയാത്തൊരു കയ്യബദ്ധം. എല്ലാത്തിനും വളം വെച്ചു കൊടുത്തു. അവസാനം മോള് കഞ്ഞാ പിഞ്ഞാ നായം പറയുമ്പോ എന്റെ അടുത്ത് വരുന്നത് പറഞ്ഞേക്കാം. അയ്യോ, ഇവരുടെ ഇതുപോലെ ഇപ്പൊ നമ്മൾ മണിയമ്പിള്ള രാജേട്ടൻ ചെയ്ത പോലെ വേറെ ആരുടെയെങ്കിലും ലൈവ് വോയിസ്, അതായത് റിയൽ ലൈഫ് അവരുടെ ഒരു രീതി വേറെ ആരുടെയെങ്കിലും ചെയ്യാറുണ്ടോ? അപ്പം ഞാൻ ഒരു ലാലു അലക്സും കമലഹാസനോടുള്ള തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ലാലു അലക്സും കമലഹാസൻ, അത് വൻ കോമ്പിനേഷൻ ആണല്ലോ. ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. നരസിംഹ എന്ന് പറയുന്ന സിനിമയില് 2000 ഇറങ്ങുന്ന നരസിംഹ എന്ന് പറയുന്ന സിനിമയില് ആ ചിതയൊഴുക്കാൻ വരുന്ന രംഗം ലാലു അലക്സ് അവതരിപ്പിക്കുകയാണ്. കമലഹാസനാണ് മോഹൻലാലിന്റെ ഭാരം. അത് നിനക്കുമുണ്ടല്ലോ ജന്മം തന്ന ഒരാൾ, മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. അന്ന് ആലുവ ശിവരാത്രി മണൽപ്പുറത്ത് നീ ബലിയിടാനായിരിക്കുമ്പോ ഞാനും ഉണ്ടാവും. എന്റെ അച്ഛന്റെ ചിതാവസ്ത്രം ഇതേ പുഴയിൽ ഒഴുക്കാൻ. മോനെ ദിനേശ്, അതിമോഹമാണ് അതിമോഹം. എൻ്റെ അച്ഛൻ്റെ ചിത കെട്ടുന്ന കാലം വരെ നിനക്ക് ഈ ഭൂമിയിൽ ആയുസ്സുണ്ടാകുന്നുള്ള മോഹം തെറ്റാണെന്ന് ബോധ്യമാക്കുമ്പോൾ നീ വാ. എൻ്റെ അച്ഛൻ്റെ കാൽ വിരലോ മാറുണ്ടോ നിനക്ക് ഞാൻ പറ്റി. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് കമൽഹാസൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും പുതിയ ഇത് ഗംഭീരമായി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. ഇവർ രണ്ടുപേരും ഉള്ള ഒരു കോമ്പിനേഷൻ. പിന്നെ ഞാൻ വേറെ സംഭവം ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം എൻ്റെ സ്റ്റോക്ക് തീരാറായിരിക്കുകയാണ്. എന്നാൽ അത് കുഴപ്പമില്ല. പക്ഷെ ഉള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് നല്ല 1.5 സ്റ്റോക്കാണ്. അതാണ്. അപ്പം നമ്മുടെ അച്യുതാനന്ദ സാറുമായിട്ട് ചെറിയൊരു ഫോണിൻ പ്രോഗ്രാം. അപ്പോൾ ഒരു വ്യക്തി വിളിച്ചു ചോദിക്കുകയാണ്, ഒരാൾ വിളിച്ചു ചോദിക്കുകയാണ്, അച്യുതാനന്ദ സാറ് ആട് തോമ എന്ന് പറയുന്ന കഥാപാത്രം അച്യുതാനന്ദ സാറിന് അവതരിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇഷ്ടമാണെന്ന് പറയുന്നു. ഹലോ, അച്യുതാനന്ദ സാറല്ലേ? അതേ, എന്താ സാറ് സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. ഞാൻ ആക്ടർ അല്ലടോ.
സാറ് ഒരു കാര്യം ചെയ്യേ, സാറ് ഈ സ്പടികത്തിലെ ആടുതോമ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എനിക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാമോ? എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എടാ കുറ്റിക്കാടാ, നീ തോമയുടെ പെങ്ങളെ തൊട്ടു, തോമയുടെ പെങ്ങളുടെ ദേഹത്തെ കൈവച്ചു. എൻ്റെ പെങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ എൻ്റെ പെങ്ങളോട് ചെയ്തത് ഞാൻ ഇവരോട് ചെയ്യുന്നില്ല. തോമ അത്രയ്ക്ക് ചെറ്റയല്ല, അല്ല അല്ല. പഞ്ച് ഡയലോഗ് വിത്ത് എക്കോണ്. ഞാൻ കണ്ടുപിടിച്ച സംഭവമാണ്, ഈ ഇടയ്ക്ക് ഞാൻ കണ്ടുപിടിച്ച സംഭവം. പിന്നെ എനിക്ക് ഈ മണിച്ചേട്ടന്റെ ഒരു അവതരണം ചെയ്യും. ആന നടക്കുന്നതായിട്ട് മണിച്ചേട്ടൻ കാണിക്കുമായിരുന്നു, അത് ഞാൻ കാണിക്കുമായിരുന്നു. മണിച്ചേട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ കാണിക്കും, മൃഗങ്ങളെയൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു. അപ്പൊ ആന നടക്കുന്ന ആ ഒരു രംഗം ഒന്ന് ഈ മണിച്ചേട്ടന്റെ ഓർമ്മയ്ക്കും എൻ്റെ ഒരു സന്തോഷത്തിനും നിങ്ങളുടെ എല്ലാ സന്തോഷത്തിനും. ഓക്കെ, അത് മണിച്ചേട്ടന്റെ ഏറ്റവും ഫേമസ് ഐറ്റം, ആദ്യകാലത്ത് തന്നെ ഏറ്റവും ഫേമസ് ഐറ്റങ്ങൾ. അത് മറന്നു പോകാതെ വീണ്ടും അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതെ, അദ്ദേഹം അതിന്റെ വേറെ കുറെ വേർഷൻസ് സിനിമയിലും, ജെമിനി എന്ന് പറഞ്ഞ സിനിമയിലും ചെയ്തിട്ടുണ്ട്, പല മൃഗങ്ങളുടെ പരിപാടി. അടിപൊളി. പൊന്നു, കുറച്ച് പനമ്പട്ടി ഇട്ട് കൊടുത്താലോ? അങ്ങനെ കുറെ ആനിമൽസിനെ ഞാൻ കാണിക്കുമായിരുന്നു. അതൊരു എനിക്ക് ഇതിൽ വരാൻ കഴിഞ്ഞ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ അങ്ങ് ഡള്ളായിരിക്കുന്ന സമയമാണ് ഈ കോവിഡ് കാരണം. അപ്പോഴും ഇതുപോലുള്ള TV പ്രോഗ്രാമൊക്കെ കിട്ടുന്നതാണ് ആശ്വാസം. സത്യം പറഞ്ഞാൽ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച് ഇങ്ങനെ ചാവായിരിക്കുമ്പോഴാണ് ചേട്ടൻ വിളിച്ചു പറയുന്നടാ ഒരു TV പ്രോഗ്രാം ഉണ്ടെന്ന്. അല്ല, പല കലാകാരന്മാരുടെ അവസ്ഥ, പല സ്റ്റേജ് പരിപാടി നടക്കാതെ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എടാ ഒരു TV പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഒരു 100 സ്റ്റേജ് പ്രോഗ്രാം കിട്ടിയതിന് തുല്യമാണ് ഒരു TV പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു സന്തോഷം തീർച്ചയായിട്ടും. ഞാൻ എല്ലാ കലാകാരന്മാരുടെയും കാര്യം പറഞ്ഞാണ്. കോവിഡ് കാരണം എല്ലാ കലാകാരന്മാരുടെയും മനസ്സിൽ എനിക്ക് വരുമാനം നിലച്ചുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനുണ്ട്. അതുണ്ടാവുമല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ? ഞാനുണ്ട്, പിന്നെ പപ്പായുണ്ട്, മമ്മിയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ജോലി ചെയ്യും? വേറെ ഞാൻ ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ്മാനാണ്. അപ്പൊ എന്റെ വരുമാനം ഇടയ്ക്ക് വെച്ച് നിലച്ചായിരുന്നു. കാരണം ടെക്സ്റ്റൈൽസിലൊക്കെ കോവിഡ് വന്നപ്പോൾ ടെക്സ്റ്റൈൽസ് ഒക്കെ അടച്ചിടണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും വീണ്ടും ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ചേട്ടനെ കാണാൻ പറ്റിയതിലും ചേട്ടനോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാം പെട്ടെന്ന് തന്നെ പഴയ പോലെ ആവട്ടെ അല്ലേ? ഞങ്ങളുടെ കുടുംബത്തെയും അതുപോലെ ഈ കോവിഡ് കാലത്ത് വീട്ടിൽ വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ ആക്ച്വലി സുനിൽ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്, കുറച്ചു നേരത്തേക്ക് ചിരിപ്പിച്ചിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. എന്തായാലും ഇതുപോലെയുള്ള കലാകാരന്മാർക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. വിളിക്കേണ്ട നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീണ്ടും കാണാം. ഈ ലാലു ലക്സ്, കമലഹാസൻ പോലെയുള്ള പുതിയ പുതിയ കോംബോയുമായി വീണ്ടും ഞങ്ങളിലേക്ക് എത്തുക. ഓക്കെ, ടാറ്റാ. നമസ്കാരം ഫ്ലവേഴ്സ്. കേരളം എന്നൊരു പേരുള്ള നാട്, രണ്ടു പ്രളയം തകർത്തൊരു നാട്, ഓഗിയും നിപ്പയും വന്നൊരു നാട്, കോവിഡ് കൊണ്ടിപ്പം ലോക്കായ നാട്, നമ്മുടെ നാട് കേരള നാട്, ബംഗാളി വാഴുന്ന നാട്. ഈ നാടിനി എന്നു കരകേറും ദൈവത്തിന്റെ സ്വന്തം നാട്. നമ്മുടെ നാട് കേരള നാട്, ബംഗാളി വാഴുന്ന നാട്. ഈ നാടിനി എന്നു കരകേറും ദൈവത്തിന്റെ സ്വന്തം നാട്. ചൈനയിൽ നിന്ന് തുടങ്ങി ഇറ്റലി, USA ഒക്കെ തകർത്തു. ഇന്ത്യയിലും എത്തിയ കോവിഡാൽ നമ്മളും ഒത്തിരി കഷ്ടം സഹിച്ചു. എല്ലാവരും വീടിനുള്ളിൽ അങ്ങിരിപ്പു തന്നെ. സർക്കാർ തരുന്നൊരു കിറ്റിന് എന്നും ഡിമാൻഡു തന്നെ. ചോറ് കൊടുത്തപ്പ ജാഥ നടത്തിയ ബംഗാൾ അതിഥികൾക്കെല്ലാം ചപ്പാത്തിയും മുട്ടക്കറിയും നൽകി അഡ്ജസ്റ്റ് ചെയ്തൊരു നാട്. നമ്മുടെ നാട് കേരള നാട്, ബംഗാളി വാഴുന്ന നാട്. ഈ
നാടിനി എന്നു കരകേറും ദൈവത്തിന്റെ സ്വന്തം നാട്. ബാറും ബിവറേജസും കൂട്ടിയപ്പം ലോക്ക്ഡൌണിൽ മലയാളിയാകെ ഡൗണായി. കൈവിറച്ച കുടിയന്മാരെല്ലാം കുത്തിയിരുന്നു കൊറോണയെ പ്രാഗി. ന്യൂ ഇയറും ഓണവുമാകെ തരിപ്പണമാ. സ്മോളില്ലാതെ ഉണ്ടോ മലയാളിക്കെന്തേലും ആഘോഷങ്ങൾ? കൂടി നിൽക്കുന്നോരെ കണ്ടുപിടിക്കാൻ പോലീസ് ഇറക്കലോ ഡ്രോണ്. ഡ്രോണ് കാണാൻ കൂടിയ ആൾക്കാരെ പാടത്തൂടോടിച്ചു പോലീസ്. കോവിഡിനെ പാടെ തകർക്കാൻ കേരളമാകെ കിണഞ്ഞു ശ്രമിച്ചു. സോപ്പിട്ടങ്ങു കൈകൾ കഴുകി നല്ലൊരകലത്തിൽ നമ്മൾ കഴിഞ്ഞാൽ ലോകമെങ്ങും മരണം വിതച്ച മഹാമാരി നമ്മുടെ അടുത്തെങ്ങും എത്താതെ നമ്മൾക്കു രക്ഷ നേടാം. നമ്മുടെ നാട് കേരള നാട്, ദൈവത്തിന്റെ സ്വന്തം നാട്. ഇനിയൊരു ദുരന്തവും എത്താതെ നമ്മൾ കാക്കണം നാട്. നമ്മുടെ നാട് കേരള നാട്, ദൈവത്തിന്റെ സ്വന്തം നാട്. ഇനിയൊരു ദുരന്തവും എത്താതെ നമ്മൾ കാക്കണം നാട്. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒക്കെ അവസ്ഥ കൃത്യമായിട്ട് അതിൽ പറഞ്ഞു പോയിട്ടുണ്ട്, അതിൽ പാടിപ്പോയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കൂടെ ഇന്നുള്ളത് ഷിജു അഞ്ചുമന ചേട്ടനാണ്. ഷിജു അഞ്ചുമന, സത്യം പറഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ കഥകൾ പറയാനുള്ള ഒരാളാണ് ഈ വന്നിരിക്കുന്നത്. നമുക്കൊക്കെ കുറെ നൊസ്റ്റാൾജിയ അല്ലേ, കാസറ്റ് കാലം 90s കിഡ്സിന് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. 90s 20ലേക്ക് കയറുന്ന കിഡ്സിന്, അതായത് ഞാനൊക്കെ നമ്മുടെ ഒരു മിമിക്രി അല്ലെങ്കിൽ അഭിനയ പരിപാടിയിലൊക്കെ ഒരു താല്പര്യം ഉണ്ടായി തുടങ്ങുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള ആണ് ക്യാസറ്റുകൾ. ശരിക്കും അതിനുശേഷമാണ് CD ഒക്കെ വന്നതല്ലോ. ക്യാസറ്റ്, അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മളെ മനസ്സിൽ വരുന്ന ഒരേ ഒരു പേരാണ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം. ആ ക്യാസറ്റിന്റെ അണിയറ പ്രവർത്തകരിൽ പ്രധാനി എഴുത്തുകാരനാണ് ഈ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണ്. കാരണം എല്ലാവരുടെയും ചെറുപ്പത്തിൽ ഒരു തവണയെങ്കിലും ഈ പേര് കേൾക്കാതെ പോയിട്ടുണ്ടാവില്ല, അത് ഉറപ്പാണ്. ഒരുപാട് പേർക്ക് വേണ്ടി പാരഡി ഗാനങ്ങളും നാടൻ പാട്ടുകളും പിന്നെ സ്കിറ്റുകളും എഴുതിയിട്ടുണ്ട്. ആർക്കൊക്കെ വേണ്ടിയിട്ടാ അങ്ങനെ? പ്രധാനമായിട്ട് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ കുടുംബം പോലെയാണ് ഓണത്തിനൊക്കെ വിട്ടുവെച്ചത്. സൈമൺ ജെ നവോദയ ഞങ്ങളെ ഒരു വലിയ ബറ്റാലിയൻ ഉണ്ട്. എല്ലാവരും പേര് ഗവൺമെന്റ് ജോലി പോലെയായിരുന്നു. അല്ല, അതിനുവേണ്ടി മാത്രമായിട്ട് നടക്കുകയാണ്. നമ്മളിത് കഴിഞ്ഞാൽ അടുത്ത എപ്പോഴാന്നൊക്കെ ചോദിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അല്ലാതെ തന്നെ ഒരുപാട് കാസറ്റുകൾ ചെയ്തിട്ടുണ്ട്. പല പല ആളുകൾക്ക് വേണ്ടിയിട്ട്. അന്ന് പാരഡികൾക്കാണ് കൂടുതൽ വിളിക്കുന്നത്. പാരഡി എഴുതി. അപ്പോൾ ഞങ്ങളുടെ ഇടയിലെ ഏറ്റവും വലിയ പാട്ടുകാരൻ പാരഡി പാടിയിരുന്ന ആള് പ്രദീപ് പള്ളുരുത്തിയായിരുന്നു. പ്രദീപ് പള്ളുരുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടനാണ്. അപ്പോൾ ചേട്ടനെ പോലെ തന്നെ, സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ്. ഞാൻ പുള്ളിയുടെ കൂടെ സഹവാസം, പുള്ളിയുടെ കൂടെ എഴുത്ത്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് വ്യത്യസ്തനാമൊരു ബാർബറാം ബാലൻ എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടാൻ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് പാരഡി പാടാൻ പറ്റില്ല. പാരഡി പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞത് പുള്ളിയുടെ കുഴപ്പമില്ല, അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ പ്രശ്നമാണ്. പുള്ളി പിന്നെ വന്നിട്ട് പാരഡി പാടി കഴിയുമ്പോൾ പുള്ളിൻ്റെ ഒരു സിനിമാ പാട്ടുകാരനായിട്ട് വിളിക്കാതിരിക്കുക. അങ്ങനെ വന്നപ്പം ഇതാര് പാടും എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിന്നപ്പം ഞാൻ അങ്ങനെ ചാടിക്കയറി പാടിയപ്പം ഏകദേശം പ്രതിഭേട്ടൻ്റെ സൗണ്ടിന് അവിടെ ഒരു ചെറിയ സാമ്യവും ആ ശൈലിയൊക്കെ കിട്ടിയപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞ് ഞാൻ മതിയെന്നല്ല, പ്രതിഭേട്ടൻ പിന്നീടൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ പോലും പ്രതിഭേട്ടൻ അതൊരു മേഖലയാക്കി എടുക്കാൻ പറ്റില്ല. പ്രതിഭേട്ടന്റെ ലെവല് മാറിപ്പോയി, വേറെയാണ്, സിനിമാക്കാരനാണ്. അപ്പൊ ആ ഒരു അവസരത്തിൽ കൂടി ചാടിക്കയറി വന്നാണ് ഞാൻ പാട്ടുകാരനായത്. വിശേഷങ്ങൾ ഇത് ഇങ്ങനെ ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഒരു പെർഫോമൻസ് കാണാം. ഒരു പാട്ടുകൂടി. ഒരുപാട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ, ഒരുപാട് നഗ്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു പാട്ടായി പോയത്. 2 തവണയും പൊട്ടി എന്നൊക്കെ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. ഒറ്റ അത് നടന്ന സംഭവങ്ങളാണല്ലോ. അതെ, സത്യം മാത്രമേ പറയൂ. ചേട്ടൻ ഒരുപാട് പേരുടെ വർക്ക് ചെയ്തു. മണിച്ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തു. മണിച്ചേട്ടന്റെ കൂടെ കാസറ്റില് സ്ക്രിപ്റ്റ് എഴുത്തായിരുന്നു.
സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. സ്കിറ്റുകൾ മണിയെ ഒന്നായി എന്ന് പറഞ്ഞൊരു കാസറ്റാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, പിന്നെ മണിച്ചേട്ടൻ്റെ സിനിമയുടെ ലൊക്കേഷനുകളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയിരുന്ന ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളൊരു ബാച്ച് ഉണ്ടാവും. അതിനകത്ത് സാജമ്പള്ളുരുത്തി, കോട്ടയം സോമരാജ്, അങ്ങനെയുള്ള ഒരു ബറ്റാലിയൻ ഉണ്ട്. എല്ലാം പുട്ടുവെച്ചോടത്തൊരു ടീമുകളൊക്കെ തന്നെ ഇരിക്കും. ചെന്നിട്ട് ഞങ്ങൾ മണിച്ചേട്ടൻ പുട്ടുവെച്ചോടത്തിലുണ്ടായിരുന്നോ? ഇല്ലില്ല, ദേമാലു 9 പൂളുമ്പോ ചെമ്പുള്ള മാങ്ങ എന്നുള്ള പാട്ടൊക്കെ അവിടെ നിന്നാണ് മണിച്ചേട്ടന്റെ ഈ നാടൻ പാട്ടിലേക്കുള്ളൊരു തുടക്കം. പിന്നെ അതൊരു ഭയങ്കര അത് വേറൊരു ട്രെൻഡായി. അതൊക്കെ ഒരു കാലഘട്ടം. പിന്നെ ഇപ്പൊ പ്രസന്റ്ലി എന്തൊക്കെയാണ് പരിപാടികൾ? നമ്മുടെ വിനോദ് ഗുരുവായൂർ എന്ന് പറഞ്ഞൊരു സംവിധായകൻ, നമ്മുടെ ഞങ്ങളുടെ സാറ് ലോഹി സാറിന്റെയും ജോഷ് സാറിന്റെയൊക്കെ അസിസ്റ്റന്റ് ആയിരുന്നു, ശിഷ്യനായിരുന്നു. അപ്പോൾ വിനോദ് ഗുരുവായൂർ സാറിന്റെ പുതിയ പടത്തിൽ ഞാനും വർക്ക് ചെയ്യേണ്ട അസോസിയേറ്റ് ഡയറക്ഷനിലാണ്. ഇപ്പോ എഴുത്തുണ്ട്, ഒരുപാട് നല്ല കോമഡി ഉള്ള സിനിമകൾക്ക് അപ്പൊ ഇനി അങ്ങോട്ട് സാധ്യതകളുണ്ട്. ആ പ്രതീക്ഷയാണ് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഇരിക്കുന്നത്. അത് നന്നായി. ഇനി നമുക്ക് ഏതാ പാട്ട് പാടി തരാം? നമ്മുടെ ഇന്ത്യയിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന 2 വിഭാഗങ്ങളുണ്ട്. ഏതാണ്ട് ഒരെണ്ണം തീർന്നു, ഗാന്ധിയന്മാര് അന്യം. ഇനിയിപ്പോ ഗാന്ധിയന്മാരുണ്ടാവില്ല. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞത് പതുക്കെ അതങ്ങോട്ട് തീർന്നു വരികയാണ്. ഓൾമോസ്റ്റ് കർഷകര്. ഇപ്പൊ ഇത് കർഷകന്റെ ഒരു പാട്ടാണ്. കർഷകന്റെ പാട്ടെന്ന് പറയുമ്പോൾ ഏത് കർഷകന്റെ കഥ പറഞ്ഞാലും അവസാനം ദുരന്തത്തിലെ പോയി അവസാനിക്കുന്നത്. പക്ഷെ ഇതൊരു കോമഡി ദുരന്തമാണ്. മറ്റേത് കർഷകൻ കടം കയറി ആത്മഹത്യ ചെയ്തുന്ന കഥയൊക്കെ. ഇത് വേറൊരു ടൈപ്പ്, ചെറിയ ഉടാപ്പിക്കുള്ള ഒരു കർഷകനാണ്. ബ്ലോക്ക് വഴി എനിക്കെന്നു കിട്ടിയ തെങ്ങ് തൈത്തെങ്ങ്, കടമെടുത്ത് വളമിട്ട് വളർത്തിയ തെങ്ങ് തൈത്തെങ്ങ്. ബ്ലോക്ക് വഴി എനിക്കെന്നു കിട്ടിയ തെങ്ങ് തൈത്തെങ്ങ്, കടമെടുത്ത് വളമിട്ട് വളർത്തിയ തെങ്ങ് തൈത്തെങ്ങ്. ഫാക്ടംബോസ് വളമിട്ട് ടീൻഡുടി തൈ നട്ട്, എല്ലുപൊടി ഉപ്പുപൊടി ചപ്പു ചവറതുമിട്ട്, പൊന്നുപോലെ നോക്കിയിട്ടും തെങ്ങ് തന്നതെന്താണ്? പൊട്ടത്തേങ്ങ ഓട്ട വീണൊരു തേങ്ങ, പൊട്ടത്തേങ്ങ ഓട്ട വീണൊരു തേങ്ങ. ബ്ലോക്ക് വഴി എനിക്കെന്ന് കിട്ടിയ തെങ്ങ് തൈത്തെങ്ങ്, കടമെടുത്ത് വളമിട്ട് വളർത്തിയ തെങ്ങ് തൈത്തെങ്ങ്. ഫാക്ടംബോസ് വളമിട്ട് ടീൻഡുടി തൈ നട്ട്, എല്ലുപൊടി ഉപ്പുപൊടി ചപ്പു ചവറതുമിട്ട്, പൊന്നുപോലെ നോക്കിയിട്ടും ഈ തെങ്ങ് തന്നതെന്താണ്? പൊട്ടത്തേങ്ങ ഓട്ട വീണൊരു തേങ്ങ, പൊട്ടത്തേങ്ങ ഓട്ട വീണൊരു തേങ്ങ. കർഷക ശ്രീയാകാന വർഷം കുറെ പണിതിട്ടും ഒരു വൃക്ഷം പോലും പച്ച പേടിച്ചില്ലല്ലോ. കണ്ടക ശനി ബാധിച്ച കർഷകനാ ഞാനിന്ന്, വേണ്ടാത്തൊരു വയ്യാവേലിക്കിറങ്ങിയല്ലോ. കപ്പ നട്ടതിൻ്റെ അന്ന് പെരിച്ചാഴി വന്നു കടമാന്തി, കപ്പയിൽ വിഷം വെച്ചു. ഓ പാതിരാത്രിയിൽ അപ്പൻ കപ്പ കട്ടുമാന്തുവാൻ ചെന്നു. അപ്പനാ കപ്പ തിന്നു, പച്ചത്തെറി വിളിച്ചപ്പം പടിയാ. കപ്പ മാന്തി സ്വന്തം കുഴിയപ്പം മാന്തി, കപ്പ മാന്തി സ്വന്തം കുഴിയപ്പൻ മാന്തി. ഞാനേ പാട്ട് തുടങ്ങിയ ഫസ്റ്റ് പൊട്ടത്തേക്ക് കേട്ടതിന് പിന്നെ പൊട്ടത്തേക്ക് എവിടെ വരണത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓരോരോ സംഭവങ്ങളായിരുന്നു. അയ്യോ, ഇത് പാരഡി എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പലരും ഇത് ഓണത്തിലൊക്കെ പുട്ടുവെച്ചോടത്തിലെ പാട്ടായിരുന്നു. കേട്ടിട്ടുണ്ട് പറഞ്ഞതാ. ഓക്കെ, ഇനി അടുത്ത ഒരു പെർഫോമൻസ് ഏതാ? ഇനി ഒരു ഞാൻ ധർമ്മജൻ നായകനായിട്ട് അഭിനയിച്ചൊരു പാരഡി ഉണ്ടായിരുന്നു. അപ്പൊ ധർമ്മജനൊക്കെ വലിയ സിനിമാക്കാരായി കഴിഞ്ഞപ്പോൾ ഞാനൊരു പാട്ടുണ്ട് വിളിച്ച് വന്നു സന്തോഷത്തോട് സഹകരിച്ചൊരു പാട്ടുണ്ട്, ഒരു ഗുണ്ടയുടെ പാട്ടാണ്. അപ്പൊ ധർമ്മജൻ ചെയ്ത് നന്നാവുന്ന ഓർത്തിട്ട് ഞാൻ ധർമ്മജനെ വിളിച്ചത്. ധർമ്മജൻ വന്ന് പങ്കെടുത്തൊരു നല്ലൊരു ഇച്ചിരി തമാശക്കുള്ളൊരു പാട്ട്. പണ്ട് എൻ്റെ മസിൽ ഇത്ര ഉടഞ്ഞിട്ടില്ല, അന്ന് എൻ്റെ കണ്ണ് ഇത്ര കുഴിഞ്ഞിട്ടില്ല, എല്ല് ഇത്രയും മുന്തിയിട്ടില്ല, പല്ല് ഇത്രയും പോയിട്ടില്ല, ആരും കണ്ടാൽ പേടിച്ചോടണ ഗുണ്ടാ തലവൻ ഞാൻ, ഇപ്പോഴാർക്കും കേറിക്കൊട്ടാൻ പറ്റിയ ചെണ്ട കണക്കായി ഞാൻ.
പണ്ട് എൻ്റെ മസിൽ ഇത്ര ഉടഞ്ഞിട്ടില്ല, അന്ന് എൻ്റെ കണ്ണ് ഇത്ര കുഴിഞ്ഞിട്ടില്ല, എല്ല് ഇത്രയും മുന്തിയിട്ടില്ല, പല്ല് ഇത്രയും പോയിട്ടില്ല, ആരും കണ്ടാൽ പേടിച്ചോടണ ഗുണ്ടാ തലവൻ ഞാൻ, ഇപ്പോഴാർക്കും കേറി കൊട്ടാൻ പറ്റിയ ചെണ്ട കണക്കായി ഞാൻ. ബ്രൂസിലിയുടെ പടം കണ്ട് മസിൽ വളർത്തി, ഷക്കീലയുടെ പടം എല്ലാം കൊള്ളം കലക്കി, 100 പേരെ ഒറ്റടിക്ക് പറപ്പിച്ചോന, ഇപ്പം കാറ്റ് പോയ കാറ് പോലെ കട്ടപ്പുറത്ത, കത്തിയൂരാൻ മരിങ്ങില്ല, വെല്ലുവിളിക്കാൻ കഴിയുന്നില്ല എന്ന് ചുമക്കണ പരുവത്തിലായി ഞാൻ ഇന്നാകപ്പാടെ നട്ടം തിരിയണ കോലത്തിലായി. ഇത് ഗുണ്ടാന്നുള്ളത് മാറ്റി പാരഡിക്കാരനാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമായി അല്ലേ? അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ, നമുക്ക് വീണ്ടും കാണണം. വളരെ സന്തോഷം. നമസ്കാരം ഫ്ലവേഴ്സ് എന്ന പരിപാടിയിലേക്ക് എന്നെയും ക്ഷണിച്ചതിൽ. പാരഡി ഒരു സ്ഥലത്ത് അംഗീകരിക്കപ്പെടാത്തൊരു കലയാണ്, പക്ഷെ നമസ്കാരം ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഇതുപോലെ ഒരു ഐശ്വര്യത്തിലൊക്കെ തുടങ്ങുന്ന ഒരു പരിപാടിയിൽ ഒരു പാരഡിക്കാരനെയും കൊണ്ടുവന്ന് ഇരുത്തി നമ്മളൊക്കെ സംസാരിക്കാൻ തോന്നിയതിൽ വളരെ സന്തോഷം. അതിൻ്റെ പ്രൊഡ്യൂസറോടും ക്രൂവിനോടും ഫ്ലവേഴ്സ് ടിവിയോടും എല്ലാം. എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ എല്ലാവരും ആസ്വദിക്കുന്ന ഒരു കലയാണ്, അതൊരു സത്യം തന്നെയാണ്. എത്ര പറഞ്ഞാലും പിന്നെ മാറി നിന്നെങ്കിലും ചിരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ ചേട്ടന്റെ വക നമുക്കൊരു നാടൻ പാട്ട് കൂടി ഉണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ടാ ചോദിച്ചില്ല? വീട്ടിലെ അമ്മയുണ്ട്, വൈഫുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ 3 പേര് മാത്രമുള്ളൊരു വീടാണ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതെ, ഇനി വരിക, വീട്ടിലുള്ളവരോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയാ. അപ്പൊ ഇനി നാടൻ പാട്ട്. വേലിക്കേ നിക്കണ വള്ളോൺ ചൂളടിക്കേണ്, വേലിപ്പുറം ചുറ്റണ വള്ളോൺ ചുള്ളിയൊടിക്കേണ്, വേലിക്കേ നിക്കണ വള്ളോൺ ചൂളടിക്കേണ്, വേലിപ്പുറം ചുറ്റണ വള്ളോൺ ചുള്ളിയൊടിക്കേണ്. പണ്ടുണ്ട് പല നാളായി ഞാൻ ആശിച്ച കാര്യം, ഇന്നൊന്ന് താരിച്ച് താരും എൻ്റെ കൊച്ചം പിറാട്ടി. പണ്ടുണ്ട് പല നാളായി ഞാൻ ആശിച്ച കാര്യം, ഇന്നൊന്ന് താരിച്ച് താരും എൻ്റെ കൊച്ചം പിറാട്ടി. എന്താണോ ഏതാണോ നീ ആശിച്ച കാര്യം, എന്നോട് ചൊല്ലെന്നോടു നീ ആശിച്ച കാര്യം. എന്താണോ ഏതാണോ നീ ആശിച്ച കാര്യം, എന്നോട് ചൊല്ലെന്നോടു നീ ആശിച്ച കാര്യം. കുലവെട്ടിയ പിണ്ടികളുണ്ടോടി കൊച്ചം പിറാട്ടി, കുലവെട്ടിയ പിണ്ടികളുണ്ടോടി കൊച്ചം പിറാട്ടി. കുലവെട്ടിയ പിണ്ടിയല്ല ഞാനെ കാട്ടിക്കളഞ്ഞേ, കുലവെട്ടിയ പിണ്ടിയല്ല ഞാനെ തുണ്ടിക്കളഞ്ഞേ. കന്നിയിലെ കച്ചി തരുമോടി കൊച്ചം പിറാട്ടി, കന്നിയിലെ കച്ചി തരുമോടി കൊച്ചം പിറാട്ടി. കന്നിയിലെ കച്ചികളെല്ലാം കന്നാലി തിന്നേ, കന്നിയിലെ കച്ചികളെല്ലാം കന്നാലി തിന്നേ. തകതിത്താ തിന്താരോ തകത്തിന്തിനം താരോ, തകതിത്താ തിന്താരോ തകത്തിന്തയിത്താരോ, തകതിത്താ തിന്താരോ തകത്തിന്തിനം താരോ, തകതിത്താ തിന്താരോ തകത്തിന്തയിത്താരോ. നമ്മൾ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ടായിരുന്നു ഗസ്റ്റായിട്ട്. ഇന്ന് വന്നിരിക്കുന്നത് അമല വായിക്കാൻ പോകുന്നത് കീബോർഡാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കീബോർഡ് വായിക്കുന്നതിന് എന്താ സ്പെഷ്യാലിറ്റി? സ്പെഷ്യാലിറ്റി ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് കാണാം. വെൽക്കം അമല. അമല, എന്താണ് ഈ സ്പെഷ്യാലിറ്റി പറഞ്ഞത്? ഞാൻ കീബോർഡ് തലതിരിച്ച് വെച്ച് കണ്ണ് കെട്ടി കീബോർഡ് വായിച്ച് അതിൻ്റെ കൂടെ പാട്ട് പാടി ഉള്ള പ്രോഗ്രാമാണ്. ഇതിപ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. ഒന്ന് കീബോർഡ് തലതിരിച്ചാണ് വെച്ചേക്കുന്നത്, എല്ലാവർക്കും കാണാം. കീബോർഡ് തലതിരിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് തലതിരിച്ച് വെച്ചേക്കുന്നത് ഇപ്പോഴാണ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. വേറെ കാര്യം, കീബോർഡ് തലതിരിച്ച് വെച്ചാണ് വായിക്കാൻ പോകുന്നത്. കണ്ണ് കെട്ടി കീബോർഡ് തലതിരിച്ച് വെച്ച് അതിൻ്റെ കൂടെ പാട്ട് പാടി. തലതിരിച്ച് വെച്ച് കണ്ണ് കെട്ടി കീബോർഡ് വായിച്ച് പാട്ടും പാടും. അത് ശരി. എവിടുന്നാ വരുന്നത് അമലക്കുട്ടി? ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് പാടി ഓടിച്ചാലെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അമലക്കുട്ടി ഭയങ്കര സീരിയസ് ആണല്ലോ. ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയായിരുന്നു, ഭയങ്കര സീരിയസ് ആണ്. മറ്റേ എനർജി മുഴുവൻ സേവ് ചെയ്ത് വെക്കുക. എനിക്കിത് വായിക്കുന്നതിന് കോൺസെൻട്രേറ്റ് ചെയ്യണം, പെട്ടെന്ന് വായിപ്പിക്കുമെന്ന്. ഞാൻ +2 കഴിഞ്ഞു, ഇനി ഡിഗ്രി. എന്നാൽ തന്നെ നമുക്ക് ഡോക്ടറെ ആദ്യത്തെ പെർഫോമൻസ് അങ്ങ് കാണാം അല്ലേ? എന്താണ് ഇതിന്റെ പരിപാടി എന്നുള്ളത്? എന്താ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മള്? ഇപ്പൊ എനിക്ക് ഈ കണ്ണൊന്ന് കെട്ടിത്തരണം. കണ്ണ് കെട്ടിത്തരാം, അത് ഞാൻ ചെയ്യും, അത് ഞാൻ ക്ലിയർ ആയിട്ട് ചെയ്യും. ഇനി പോരെ, ഞാൻ കെട്ടിത്തരാം. ഇതെങ്കിലും ഒക്കെ ചെയ്യണ്ടേ നമ്മൾ? കൊച്ചിന്റെ മൂക്ക് അവിടെ ഉണ്ടല്ലോ, കെട്ടാൻ കുറച്ചും കൂടി മുറുക്കിക്കോ. ഞാൻ ഒരു തവണ കെട്ടിയ ലൂസാ, കാണാൻ പറ്റത്തില്ല. എത്ര ഇത്
അതെത്രയാ? 4. ഇത് എത്രയാ? 3. അപ്പൊ കണ്ണു കിടന്നില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. മോഹമുന്തിരി വാട്ടിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗോ ചിറകിൽ വിരിയും മധുര വീണിൽ ശലഭം വരവാൻ അടടപ്പയ്യ അഴകിനയ്യ ഉടലിനൊന്നായൊഴുകാം കുറിവാ. ആഹാ തൊട്ട് തൊട്ട് നിന്ന് മുട്ടി മുട്ടി വന്നു മുത്തു മുത്തമിട്ട താരാണേ. കണ്ണ് കണ്ണെറിഞ്ഞ് കാത്ത് കാത്ത് കനി കട്ടെടുത്ത കള്ളക്കാമുകനെ. മോഹമുന്തിരി വാട്ടിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്. ഇരവുമെന്തയിൽ പുണരുകെന്നെ നീ അരികെ ഞാൻ വരാം. തനിയെ പുലരിയോളമായി കരതലങ്ങളിൽ അലിയുമിന്നു ഞാൻ. ഉയിരേ ആകാശത്താരം പോലെ മണ്ണിൽ മിന്നും പൊന്നേ, എന്നോടൊന്ന് ഇഷ്ടം കൂടാൻ പോരില്ല നീ ചാരേ. അടടപ്പയ്യ അഴകിനയ്യ ഉടലിനൊന്നായൊഴുകാം കുറിവാ. ആഹാ തൊട്ട് തൊട്ട് നിന്ന് മുട്ടി മുട്ടി വന്നു മുത്തു മുത്തമിട്ട താരാണേ. കണ്ണ് കണ്ണെറിഞ്ഞ് കാത്ത് കാത്ത് കരി കട്ടെടുത്ത കള്ളക്കാമുകനെ. മോഹമുന്തിരി വാട്ടിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗോ ചിറകിൽ വിരിയും മധുര വീണിൽ ശലഭം വരവാൻ അടടപ്പയ്യ അഴകിനയ്യ ഉടലിനൊന്നായൊഴുകാം കുറിവാ. ആഹാ തൊട്ട് തൊട്ട് നിന്ന് മുട്ടി മുട്ടി വന്നു മുത്തു മുത്തമിട്ട താരാണേ. കണ്ണ് കണ്ണെറിഞ്ഞ് കാത്ത് കാത്ത് കനി കട്ടെടുത്ത കള്ളക്കാമുകനെ. തൊട്ട് തൊട്ട് നിന്ന് മുട്ടി മുട്ടി വന്നു മുത്തു മുത്തമിട്ട താരാണേ. കണ്ണ് കണ്ണെറിഞ്ഞ് കാത്ത് കാത്ത് കനി കട്ടെടുത്ത കള്ളക്കാമുകനെ. ഞാൻ കെട്ടിയ കെട്ടൊന്ന് അഴിക്കട്ടെ. ഈ കണ്ണ് ഇത് മൾട്ടി ടാസ്കിംഗ് എന്ന് നമ്മൾ സാധാരണ നമ്മൾ പറയും പെണ്ണുങ്ങൾക്ക് ഭയങ്കര മൾട്ടി ടാസ്കിംഗ് ആണെന്ന്. പക്ഷെ എന്നെ കൊണ്ട് ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ആദ്യം ഞാൻ പരിപാടി പറ്റത്തില്ല. എന്താ പറയാ, മൾട്ടി ടാസ്കിംഗ് എനർജറ്റിക് പ്ലാസ്റ്റിക് പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത്. പാടുന്നൊക്കെ ഭയങ്കര ഹൈ എനർജിയിലാണ് പാട്ട് വരുന്നത്. അതിന്റെ കൂടെ ഇത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഒരുപാട് ഇതിൻ്റെ പിറകിലൊരു കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇത് സാധാരണ ഞാൻ കീബോർഡ് നേരെ വെച്ച് കണ്ണ് കെട്ടി അതിൻ്റെ കൂടെ പാട്ടുപാടി അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നേരെ അച്ഛൻ്റെ ഐഡിയ ആയിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ അങ്ങനെ ചെയ്തല്ലോ, എന്നാൽ പിന്നെ നേരെ തിരിച്ച് വെച്ചിട്ട് നീ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒഴിവാക്കാം, ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അച്ഛൻ നിനക്ക് പറ്റും, നിനക്ക് പറ്റിയില്ലെങ്കിൽ ആർക്കാണ് പറ്റുക എന്ന് പറഞ്ഞിട്ട് ഒരു ആത്മവിശ്വാസം, ആ ഒരു ധൈര്യവും തന്നു. അപ്പോൾ അങ്ങനെ ഞാനിത് ശ്രമിച്ചു. അപ്പോൾ ഇത് നേരെ തിരിച്ചു വെക്കുമ്പോൾ നമ്മൾ സാധാരണ കീബോർഡ് നേരെ വായിക്കുമ്പോൾ വലത്തോട്ട് വായിക്കും, ഇത് നേരെ തിരിച്ചു വെക്കുമ്പോൾ ഇടത്തോട്ട് വായിക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ നല്ലോണം വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷേ നമുക്ക് ഒന്നും തോന്നുന്നില്ല കേട്ടോ, നമുക്കൊന്നും മനസ്സിലായില്ല. ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇതിനെ പറ്റി വലിയ വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും വളരെ സ്മൂത്തായിട്ട് വായിച്ച് പാട്ടൊക്കെ പാടി വിട്ട്. എനിക്കൊരു സംശയമുള്ളതേ, അച്ഛൻ നേരത്തെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഒരു എല്ലാവരും തലതിരിഞ്ഞ ആൾക്കാരാണോ എന്ന് ഡൗട്ടുള്ളതുകൊണ്ട് ഡോക്ടറെ ഇവിടേക്ക് പോകുന്ന പരിപാടിക്ക് നിൽക്കില്ല കേട്ടോ. അല്ല, ഇവിടെ വരുമ്പോൾ അതിനുള്ള പ്രിപ്പറേഷനായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു, വെറൈറ്റി ആയിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഇനി അടുത്ത പരിപാടി ഒരു വെറൈറ്റി കണ്ട ശ്രദ്ധിക്കുന്നു. അടുത്ത വെറൈറ്റി എന്താണ്? ഒരു വെറൈറ്റിയും കൂടി ഉണ്ട്. കീറ്റാർ, നമ്മുടെ സ്റ്റീഫൻ ദേവസ്യ സാറൊക്കെ പ്ലേ ചെയ്യുന്ന കീറ്റാറിൽ ഒരു സോങ്
മറ്റേ ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ വായിക്കുന്ന സംഭവമല്ലേ? ആദ്യമായിട്ട് ഞാൻ ഒരു സാധനം ഐഡന്റിഫൈ ചെയ്തിരിക്കണു. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ അതെ, ഇതാണ് കീറ്റാർ. ഇത് നമ്മൾ സ്റ്റീഫൻ ദേവസി സാറിന്റെ കയ്യിൽ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്ര നാളായി ഈ സംഭവം പഠിക്കുന്നു? കീറ്റാറോ? അല്ല, മൊത്തത്തിലെല്ലാം. ഞാൻ മൊത്തത്തിൽ കീബോർഡ് അടക്കം 6 വർഷമായി പഠിക്കുന്നു. കീബോർഡ് മാത്രമേ വായിക്കുള്ളൂ അല്ലേ? വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല? കീബോർഡും ഗിറ്റാർ. അത് ശരി. ഇത് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയാൻ പാടില്ല? കീബോർഡ് നമ്മൾ സാധാരണ നേരെ വെച്ച് വായിക്കുന്നു, അപ്പോൾ ഇതിങ്ങനെ തൂക്കിയിട്ട് വായിക്കുന്നു. പ്ലേ ചെയ്യുന്നതിൽ വ്യത്യാസമൊന്നുമില്ല, ഫങ്ഷൻസിൽ വ്യത്യാസമുണ്ട്. നമ്മളിത് ക്യാരി ചെയ്തുകൊണ്ട് നടന്ന് വായിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ നേരത്തെ പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു? ആ, പാട്ട് പഠിച്ചു. അതിനിടയിൽ പിന്നെ ഒരു ഇൻസ്ട്രുമെന്റോട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കീബോർഡിലേക്ക് വന്നത്. എന്നിട്ട് പിന്നെ ഗിറ്റാറിലേക്ക് എത്തി. ഓക്കെ, ഫൈൻ, സൂപ്പർ. അപ്പോൾ ആരാണ് ഇതിനൊക്കെ ഫുൾ കട്ടക്ക് സപ്പോർട്ടായിട്ട്? അച്ഛൻ. ആദ്യമേ തന്നെ അത് പറച്ചില്ല, എല്ലാവരുടെയും അച്ഛന്മാരാണ് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാവിധ ആശംസകളും നേരുന്നു മുന്നോട്ടുള്ള ബ്രൈറ്റ് ഫ്യൂച്ചറിന്. അപ്പോൾ പറഞ്ഞ പോലെ സ്റ്റീഫൻ ദേവസിയെ പോലെയൊക്കെ വലിയ വലിയ സ്റ്റേജുകളിൽ ഗിറ്റാറുമായിട്ടൊക്കെ നമ്മൾ കാണട്ടെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഗിറ്റാറിൻ്റെ ആ ഒരു പെർഫോമൻസോടുകൂടി ചെയ്യാം. Thank you.